റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായിട്ടുള്ളതും വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. അത് സ്നാക്കായിട്ടോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ഒട്ടും പൊടിഞ്ഞു പോകാത്തതും എണ്ണയധികം കുടിക്കാത്തതുമായ ഒരു മീറ്റ് ബോൾസ് അല്ലെങ്കിൽ കട്ട്ലേറ്റ്. ഇത് പരന്ന ഷേപ്പിലോ അല്ലെങ്കിൽ ബോൾസ് ആക്കിയോ ഉണ്ടാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിൽ 1.5 കപ്പ് ബീഫ് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്യുക. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് ഇത് പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് പുഴുങ്ങി സ്മാഷ് ചെയ്ത് അതും കൂടെ മാറ്റി വെക്കണം. അതിന് ശേഷം വലിയൊരു പാൻ എടുക്കണം. അതിലേക്ക് 2 ടീസ്പൂണ് ഓയിലൊഴിച്ച് അത് ചൂടാകുമ്പോൾ ഒരു സബോള ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇടുക. കൂടെ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് അത് 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതാണ് നല്ലത്. 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റണം. അങ്ങനെ കുറച്ച് ഇതൊന്ന് വഴന്ന് കിട്ടണം. ബാക്കി ഇറച്ചിയും പൊട്ടറ്റോ ഒക്കെ വെന്തതാണല്ലോ, അപ്പോൾ ഇതൊന്ന് വഴന്ന് കിട്ടണം. ഇനിയും ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ഇട്ടാലും മതി. അങ്ങനെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇടുക. അതുപോലെ ലേശം മഞ്ഞൾ പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്. ഇറച്ചിയിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഇടാൻ. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. അങ്ങനെ ഇതൊന്ന് മിക്സായി വരണം. ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് കൂടി ചേർക്കുക. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കുക. അങ്ങനെ ഒന്ന് മിക്സായതിന് ശേഷം ഇതിലേക്ക് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർക്കുക. പൊട്ടറ്റോയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായി ഇളക്കുക. പൊട്ടറ്റോയും ബീഫും എല്ലാം കൂടെ നന്നായി യോജിക്കണം. നമുക്ക് ഒരു ബോൾസ് പിടിക്കുന്ന ആ ഒരു പരുവത്തിൽ അതെല്ലാം കിട്ടണം. അങ്ങനെ നന്നായിട്ടത് യോജിപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കുക. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഈ മിക്സ് ബോൾ ഷേപ്പിൽ അതുപോലെ പരന്ന ഷേപ്പിലൊക്കെ നമുക്ക് എടുക്കാം. അത് അവരവരുടെ ഇഷ്ടമനുസരിച്ച് ബോളാക്കിയോ പരത്തിയോ എടുക്കുക. എന്നിട്ടിങ്ങനത് തയ്യാറാക്കി മാറ്റി വെക്കുക. അതിനുശേഷം 2 മുട്ട ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പരന്ന പാത്രത്തിൽ ബ്രെഡ് ക്രംസും എടുത്തു വെക്കുക. ഇനിയും പരത്തിയതും ഉരുളകളാക്കിയതുമായ ബീഫ് ബോൾസ് അല്ലെങ്കിൽ അതിൻ്റെ പരന്ന ഓരോ ഷേപ്പിലുള്ളത് മുട്ടയിലും മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും മുക്കി ബ്രെഡ് ക്രംസ് നല്ലതായിട്ട് പുരട്ടിയിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുക. ബ്രെഡ് ക്രംസ് കയ്യിലില്ലെങ്കിൽ റെഡിമെയ്ഡ് ഇല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. അങ്ങനെ എല്ലാം റെഡിയാക്കി വെക്കുക. ഇനി ഈ സമയം ഇത് വറക്കാനായിട്ട് ഒരു പാനിൽ ഓയിലൊഴിച്ച് അത് നന്നായിട്ട് ചൂടാകണം. നന്നായി ചൂടായ എണ്ണയിലേക്ക് ഓരോ കട്ട്ലേറ്റുകളും ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്ലെയിം കട്ട്ലേറ്റ് ഇടാൻ നേരത്തെ മീഡിയത്തിലാക്കണം. തീരെ ചൂട് കുറയുകയും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പൊടിഞ്ഞു പോകും, അതുപോലെ എണ്ണ പിടിക്കുകയും ചെയ്യും. ഇനിയും ഇതെല്ലാം അങ്ങനെ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഒരു സൈഡ് ബ്രൗൺ ആകുമ്പോൾ മറ്റേ സൈഡും കൂടെ മറിച്ചിട്ട് എടുക്കുക. ഇത് വേകാൻ അധിക സമയമൊന്നും വേണ്ട. മിക്സ് എല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. ഇത് ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് മുരിയിച്ചെടുത്താൽ മാത്രം മതി. ഇവിടെ പുറം ഭാഗം ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റുമായ കട്ട്ലേറ്റ് മീറ്റ് ബോൾസുകൾ തയ്യാറായി കഴിഞ്ഞു. സോസിൻ്റെ കൂടെയോ ഉള്ളിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. അതുപോലെ തനിയെയും കഴിക്കാൻ പറ്റിയ രുചികരമായ ഈ സ്നാക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണ്. ഈ മീറ്റ് ബോൾസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.